വെൽക്കം ടു UK Edu Plus. എല്ലാവർക്കും UK Edu Plus ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എന്ന ചാപ്റ്ററിലെ 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യം നമുക്ക് 2 മാർക്കിന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദി ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഡിഫൈൻ ദ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. What is the objective of the National Fish Workers Forum? അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ തന്നെയാണ്. മെൻഷൻ 2 ഇമ്പാക്ട്സ് ഓഫ് ദി എമർജൻസി ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഇൻ 1975. 1975 എമർജൻസി, നാഷണൽ എമർജൻസിയെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, what was the main purpose of the കാക്ക-കേൾക്കർ കമ്മീഷൻ. കാക്ക-കേൾക്കർ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പേർപ്പസ്, ഉദ്ദേശം എന്തായിരുന്നു? ഈ 4 ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്തതായി നമ്മൾ 3 മാർക്കിന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് കമ്മ്യൂണലിസം. എന്താണ് കമ്മ്യൂണലിസം? 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യം 3 മാർക്കിൻ്റെ, വാട്ട് വെർ ദി കീ റെക്കമെൻഡേഷൻ ഓഫ് ദി മണ്ഡൽ കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് 3 മാർക്കിന് പ്രതീക്ഷിക്കാം. ദെൻ മൂന്നാമത്തെ ചോദ്യം, ലിസ്റ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ചിപ്കോ മൂവ്മെൻറ്റ്. നമ്മൾ ഒരുപാട് മൂവ്മെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻറ്റ്. ആ ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ ചോദിക്കാം. ലിസ്റ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ചിപ്കോ മൂവ്മെൻറ്റ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ, ഐഡൻറ്റിഫൈ 3 മേജർ ചലഞ്ചസ് ഇൻ കണ്ടക്ടിങ് ദ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട ചലഞ്ചസ്, അതിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ 3 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ, വാട്ട് ഈസ് കമ്മ്യൂണലിസം, ദെൻ വാട്ട് വെർ ദി കീ റെക്കമെൻഡേഷൻ ഓഫ് ദി മണ്ഡൽ കമ്മീഷൻ. ഈ 4 പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഈ ചിപ്കോ മൂവ്മെൻ്റ് ഒക്കെ ചോദിക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് 4 മാർക്കിന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. 4 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, അനലൈസ് ദ റോൾ ഓഫ് ദി ഗവർണർ ആസ് എ പോയിൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻ. സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്, അതിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്നാണ് 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അനലൈസ് ദ റോൾ ഓഫ് ദി ഗവർണർ ആസ് എ പോയിൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻസ്. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ പ്രോസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി റൈറ്റ് ടു ഇൻഫോർമേഷൻ മൂവ്മെൻറ്റ് ഇൻ സ്ട്രെങ്തനിങ് ഇന്ത്യൻ ഡെമോക്രസി. ഇന്ത്യൻ ഡെമോക്രസിയിലെ RTI, റൈറ്റ് ടു ഇൻഫോർമേഷൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ദി എമർജൻസി ഓൺ ദി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഇന്ത്യ. ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് ദി എമർജൻസി ഓൺ ദി ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഇന്ത്യ. ദെൻ 4ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ, എക്സാമിൻ ദ കണക്ഷൻ ബിറ്റ്വീൻ ദ ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് ദി എമർജൻസ് ഓഫ് പെസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 10ലും 9ലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ.
ഗ്രീൻ റെവല്യൂഷൻ അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഓക്കെ, അടുത്തത് 5 മാർക്കിൻ്റെ ചോദ്യം. SA ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പ്രധാനമായിട്ടും 3 ക്വസ്റ്റ്യൻസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. SA ക്വസ്റ്റ്യൻസ് ഇതിൽ ഒരെണ്ണമെങ്കിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 3 എണ്ണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഇൻ എസ്റ്റാബ്ലിഷിംഗ് എ ഡെമോക്രാറ്റിക് സിസ്റ്റം. Second question, what is the purpose to create Sarkaria commissions? Then what were its key findings regarding center-state relations? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷനെ കുറിച്ചും പിന്നെ സർക്കാരിയ കമ്മീഷൻ്റെ ഉദ്ദേശം, ലക്ഷ്യങ്ങളൊക്കെ എന്തായിരുന്നു ഒക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സ്റ്റാൻഡ്സ് ആൻഡ് ആക്ഷൻസ് ടേക്കൺ ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിഗാർഡിംഗ് ദി ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ 5 മാർക്കിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. അപ്പോൾ ഓരോ ചാപ്റ്ററിലും നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 9ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇത് 8ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.